മലയാളത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത 2 സിനിമയിലും ശക്തമായൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഐറിൻ ആയാലും റൺ ബേബി റണ്ണിലെ രേണുക ആയാലും അതിനുശേഷം മലയാളത്തിലൊരു മൂവി ചൂസ് ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയയും. മിലിയുടെ സ്ക്രിപ്റ്റ് ഞാൻ ആക്ച്വലി മഹേഷ് നാരായണനാണ് എന്നോട് ആദ്യം പറയുന്നത് ഒരു 2 years ബാക്ക്. അപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അന്ന് VKB ചെയ്യേണ്ട മൂവി ആയിരുന്നു ഇത്. പിന്നെ എനിക്ക് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല ഒരു സിംഗിൾ സ്ട്രെച്ചിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞൊരു 1 year കഴിഞ്ഞാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് രാജേഷ് അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അമ്മലേക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, നമുക്കിത് ചെയ്യാമെന്ന്. സോ ഞാൻ ട്രാഫിക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ രാജേഷ് പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ അത് ഞാൻ ഫസ്റ്റ് കേട്ടതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. മഹേഷും രാജേഷും കൂടെ ഒരുമിച്ചിരുന്ന് ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്തിരുന്നു. കുറച്ചുകൂടി ലൈഫ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി സിനിമാറ്റിക് ആയിരുന്നു. ഫസ്റ്റ് കേട്ട സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒരു ആർട്ട് ഡോക്യുമെൻ്ററി മോഡലായിരുന്നു. ഒരു മൂവി ആക്കി. അതിലെ സോങ്സ്, അതിൽ ഇനി ഒരുപാട് ക്യാരക്ടറൈസേഷൻസ്, മിലിയുടെ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഡെപ്ത്ഫുള്ളായി. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. ആൻഡ് എനിക്ക് തോന്നി പിന്നെ ട്രാഫിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രാഫിക്കിൽ ആ ഒരു ത്രില്ലറാണെങ്കിലും ഐ തിങ്ക് അതിൻ്റെ ബെസ്റ്റ് പാർട്ട് അതൊരു ഇമോഷണൽ ത്രില്ലറാണ്. അതിലുള്ള ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി. സോ ആ ഒരു ഇമോഷൻ മിലിയിലേക്ക് രാജേഷിന് ഒരുപാട് കൊണ്ടുവരാൻ പറ്റി. സോ ദാറ്റ്സ് ദ റീസൺ ഹൗ ഐ ലാൻഡഡ് ഇൻ മിലി. എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡെസിഷൻ ആയിരുന്നു മിലി ചെയ്യാന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിം ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രെസ്സ്. കാരണം ഹീറോയിനാണ് ആ മൂവി ഷോൾഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ സക്സസ് ആയാലും ലോസ് ആയാലും എല്ലാം നമ്മളെ അത് ബാധിക്കും. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസിനേക്കാളെല്ലാം ഉപരി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഫ്ലോപ്പായ പല സിനിമകളും, അതായത് ഒരുപാട് നാൾ മുമ്പ് റിലീസായിട്ട് ഫ്ലോപ്പായ പല സിനിമകളും ഇപ്പോഴത്തെ കൾട്ട് സിനിമകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ഗ്രേറ്റ് മൂവീസിന് അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ട്. സോ അതുകൊണ്ട് ഐ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്യുമ്പോൾ ഈ മിലി എന്ന ക്യാരക്ടറായിട്ട് ഒട്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഐ ഹാവ് ഫ്യൂ ഇൻട്രസ്റ്റിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഇപ്പോൾ ഫഹദ് ആയിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര ഒരു ടഫ് ഡെസിഷനാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇത് കൺവിൻസിങ് ആവുമോ എന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞത് അതാണല്ലോ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുന്നതാണല്ലോ. സോ ഞാൻ അങ്ങനെ ഒരുപാട് ഹോംവർക്കൊക്കെ ചെയ്ത് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കുറച്ച് സയൻസ് വൈസായിട്ട് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഇമോഷണൽ ഡെപ്ത് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ രാജേഷിനെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 80% അല്ലെങ്കിൽ 89% ട്രൂ ആണ്. നമ്മളൊരു മൂവി കാണുമ്പോൾ ആ മൂവിയിൽ ആ ഡയറക്ടറിൻ്റെ ലൈഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ ഉണ്ടാവും. അതൊരു വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സോ ഈ രാജേഷ് ഞാൻ മീറ്റ് ചെയ്യുമ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു. രാജേഷ് ഒരു മിലിയാണ്. സോ പുള്ളി ഓരോ സീൻസ് പറയുമ്പോഴും പുള്ളിയുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ ഇങ്ങനെയാണ് ആ സമയത്ത് റിയാക്ട് ചെയ്തത്. ആ ഷെല്ലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതാമല്ല. അങ്ങനെ ഒരുപാട് പുള്ളി വളരെ ഇമോഷണലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് സീൻസ് പറയുമ്പോൾ. സോ എനിക്ക് തോന്നുന്നു ആ ഒരു രാജേഷ് ആണ് എന്നെ ഈ മൂവി സൈൻ ചെയ്യാനായിട്ടുള്ള നമ്പർ 1 റീസൺ എന്ന് പറയാം. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹീ ടോൾഡ് മീ എനിക്ക് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിൽ. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ട്രാഫിക്കിന് ശേഷം ഒരുപാട് മൂവി ഓഫേഴ്സ് പെൻഡിങ് ഉണ്ട് അദ്ദേഹത്തിന്. അത് മാത്രമല്ല ആ 2 മൂവി തള്ളി വെച്ചിട്ടാണ് മിലി ചെയ്യുന്നത്. അതിൻ്റേതായ ഇഷ്യൂസൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ ആരും ഈ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരും ഒരു മണി മൈൻഡഡോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല ഈ മൂവിയിൽ ചെയ്യുന്നത്. ഈവൻ എൻ്റെ പ്രൊഡ്യൂസർ ആയാൽ പോലും ഡയറക്ടർ ആയാലും ഞാനായാലും എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു മൂവി ചെയ്യണം, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഒരു മൂവി ചെയ്യണം എന്നുള്ള ആ ഒരു പാഷനോടുകൂടി ചെയ്തിട്ടുള്ളൊരു ഫിലിമാണിത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിലൊരു മിലി ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെയൊക്കെയോ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഒരിക്കലും മിലിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നായിരുന്നു. പക്ഷേ മിലി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ സീൻസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് അതിന് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട വന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ എവിടെയൊക്കെയോ നടന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു നൊസ്റ്റാൾജിയെ പോലെ എനിക്ക് തോന്നി. ഞാൻ ഓരോ സീൻസ് ചെയ്യുമ്പോഴും ഇതെൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പോയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ട്രോമ എൻ്റെ ലൈഫിൽ നടന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഷീ വാസ് എ മിലി. സോ ഞാൻ
ആ കുട്ടി ഇപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഷീസ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പം അവൾ തന്നെ പറയും അമ്മയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എനിക്ക്. സോ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ എൻ്റെ കോളേജിലുണ്ടായിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹോസ്റ്റലായിരുന്നു പുള്ളിക്കാരി. സോ ആ ഹോസ്റ്റലിലുള്ള ആ കാര്യങ്ങളൊക്കെ മൂവിയിൽ കാണുന്ന പോലെ എനിക്ക് കുറച്ച് അറിയായിരുന്നു. സോ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിൻ്റേതായ ഒരു ഫണി ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ പഠിക്കുന്ന മിലി, ഞാൻ ആ കുട്ടീനെ വളരെ ആക്റ്റീവായി വളരെ സ്മാർട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഫുൾ ചീത്തപ്പേര്. ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, നിർമ്മല സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു, നിൻ്റെ കൂടെ കൂടി ആ കുട്ടി ചീത്തയാക്കി, ആ കുട്ടി ആകെ മാറിപ്പോയി, അങ്ങനെയുള്ള കമൻസൊക്കെ കിട്ടിയത് ജസ്റ്റ് ഫോർ ജോക്ക്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരുപാട് വളരെ പരിചയം ഉണ്ടായിരുന്നു എനിക്ക് മിലിയെ. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ഫോർ ഇറ്റ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ഈ ക്യാരക്ടർ അമല പോളിനെ ആരും സ്ക്രീനിൽ കാണരുത്, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും സ്ക്രീനിൽ കാണരുത്, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം, മിലിയെയാണ് എല്ലാവരും കാണേണ്ടത്. അതായിരുന്നു എൻ്റെ ഒരേ ഒരു എയിം ആ ഹോൾ ഷൂട്ടിംഗ് പ്രോസസ്സിൽ. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇതിലൊരു ബിറ്റ് പോലും മേക്കപ്പ് ഉണ്ടാവില്ല, അത് മാത്രമല്ല ടോട്ടലി ഡീഗ്ലാമറൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ മിലി ചെറുപ്പം തൊട്ടേ സ്പെക്സ് യൂസ് ചെയ്യുന്നൊരു കുട്ടിയാണ്. സോ അതിൻ്റേതായ ഡാർക്ക് സർക്കിൾസ് എല്ലാം ഞങ്ങൾ ചെയ്തു. അതുപോലെ എനിക്ക് ശരിക്കും ഒരു ഭയങ്കര എൻജോയബിൾ ഷൂട്ടിംഗ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ വർക്കൗട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തു, എൻ്റെ ഡയറ്റ് കട്ട് ചെയ്തു, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുക. ബിക്കോസ് ഐ വാണ്ടഡ് ദാറ്റ് ഒരു പ്ലം ലുക്ക്, ചീക്സ് എല്ലാം കുറച്ച് പുറത്തേക്ക് വന്നിട്ട് ആ ഒരു പ്ലം ലുക്ക്. അതുപോലെ ബിക്കോസ് ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആണ്, പക്ഷേ അത് ഒന്നും ചെയ്യുന്നില്ല. മിലിയുടെ ഹോൾ കോംപ്ലക്സ് ഇസ് അബൌട്ട് എ ലുക്സ്. അവളെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ അവൾ അട്രാക്റ്റീവ് അല്ല എന്നൊരു കോംപ്ലക്സ് ആണ് മിലിക്കുള്ളത്. അതുപോലെ ഞങ്ങൾ ആദ്യം വേറെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, പിന്നെ അതെല്ലാം വേണ്ട, വാട്ട് എവർ മേക്ക് ഇറ്റ് സിമ്പിൾ എന്നുള്ളതായിരുന്നു. സോ ആ ഒരു റിയലിസ്റ്റിക് ഇപ്പോൾ ഓഡിയൻസ് പറയുന്നത് അത് തന്നെയാണ്. എന്നോടത്ത് മൂവി കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, വിജയ് മൂവി കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ആദ്യത്തെ 5 minutes മാത്രമാണ് എനിക്കത് ഞാനാണ് ആ മൂവിയിലെന്ന് തോന്നിയുള്ളൂ, അതിന് ശേഷം ഞാൻ മിലിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ മിലിയായിട്ട് ഞാൻ ട്രാവൽ ചെയ്തു. അതാണ് എല്ലാവരും മൂവി കണ്ടിട്ട് പറയുന്നത്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓഡിയൻസൊക്കെ കാണുമ്പോൾ അതാണ് എല്ലാവരും പറയുന്നത്, ഈവൻ ഇൻ റിവ്യൂസ് ആൻഡ് ഓൾ. സോ ഐ തിങ്ക് അതായിരുന്നു ഞങ്ങളുടെ എയിം. അത് മാത്രമല്ല ഇതൊരു മെസ്സേജ് കൂടിയാണ്. ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സും എല്ലാവരും വളരെ ദേ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ ലുക്സ്. സോ അവർ കാണുന്ന ഈ സെലിബ്രിറ്റീസ്, ഞാനടക്കമുള്ള സെലിബ്രിറ്റീസ്, ഞങ്ങൾ ഫ്ലോലെസ് സ്കിന്നോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ബ്യൂട്ടി അങ്ങനെയൊന്നും അല്ല. ഇതൊരു പ്രൊഫഷനാണ്. സോ വി ഹാവ് ടു ലുക്ക് ഗുഡ്. ഞങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിന് സൂട്ട് ആവണം. അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട് ഞങ്ങൾക്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡിസൈനർ. സോ അവരുടെ എല്ലാ ഹെൽപ്പോടുകൂടിയാണ് വി ലുക്ക് ദിസ് ഗോർജിയസ്. സോ റിയൽ ലൈഫിൽ ഞങ്ങൾ ഈ മിലിയിലൂടെ പറയുന്ന ഒരു ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നർ ബ്യൂട്ടി, അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ ഒരുപാട് സൗന്ദര്യമുള്ള പെൺകുട്ടികളല്ല ആൺകുട്ടികൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ ആൺകുട്ടികളും അല്ലെങ്കിലും നമ്മളൊരു നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ യു ആർ വെരി ബ്യൂട്ടിഫുൾ, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ആവുമെന്ന് ആരും ചോദിക്കില്ല. നമ്മുടെ മനസ്സിൻ്റെ ബ്യൂട്ടിയാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അതാണ് ഒരു വലിയ മെസ്സേജ് ഞങ്ങൾ കൊടുക്കുന്നത്.